ഇപ്പോഴും തോൾ വേദനയ്ക്ക് വൈബ്രേഷനുള്ള ബ്രഷ് കട്ടർ യൂസ് ചെയ്യാണോ? പെട്രോളിന്റെ വിലയ്ക്ക് എല്ലാം ഇലക്ട്രിക്കലാവാണ്. ബ്രഷ് കട്ടർ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഇരിക്കണം? വെറും 2 രൂപ കൊടുത്ത് കളയെടുക്കാന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? മഴക്കാലം സ്റ്റാർട്ടായി, നിങ്ങൾ എന്തായാലും ബ്രഷ് കട്ടർ വാങ്ങിയിരിക്കണം. എല്ലാവർക്കും നമസ്കാരം. ഇപ്പം മഴക്കാലമൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും നിങ്ങളുടെ പറമ്പിലൊക്കെ കളയെടുക്കാനായിട്ട് ഇതുപോലെ ടൈപ്പ് ഓഫ് ബ്രഷ് കട്ടറാണോ യൂസ് ചെയ്യുന്നത്? ഇതുപോലെയുള്ള ബ്രഷ് കട്ടേഴ്സ് യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വൈബ്രേഷൻ ഉണ്ടാകും, ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാകും, അതുപോലെ തന്നെ നമുക്ക് പൊല്യൂഷൻ ഉണ്ടാകും. സോ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ഒരുപാടാണ്. സോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മുടെ MDFൽ ഈ കട്ടർ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കട്ടറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. പെട്രോൾ ബ്രഷ് കട്ടറും ഉണ്ട്, ഇലക്ട്രിക് ബ്രഷ് കട്ടറും ഉണ്ട്. സോ പെട്രോൾ ബ്രഷ് കട്ടറിന് എന്തുകൊണ്ടാണ് എല്ലാവരും ഇലക്ട്രിക്കിലോട്ട് പോകുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള പെട്രോൾ വിലയിൽ ലിറ്ററിന് നമുക്ക് 108 മുതൽ 110 രൂപ വരെ നമുക്ക് ചിലവാകും. സോ നിങ്ങൾ 1 മണിക്കൂറൊക്കെ കളയെടുക്കുക എന്നുണ്ടെങ്കിൽ പെട്രോൾ ബ്രഷ് കട്ടറിൽ മണിക്കൂറിൽ നമുക്ക് 1 ലിറ്റർ പെട്രോൾ ആവശ്യമാണ്. സോ 108 രൂപ നിങ്ങൾക്ക് ചിലവാകും. അതേ നിങ്ങൾ ഇലക്ട്രിക് ബ്രഷ് കട്ടറിൽ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വെറും 2 രൂപ മാത്രമേ ചിലവാകുന്നുള്ളൂ. സോ ഇലക്ട്രിക് ബ്രഷ് കട്ടർ നിങ്ങൾ വാങ്ങാം, പക്ഷെ അത് എന്തുകൊണ്ട് നിങ്ങൾ MDMൽ വാങ്ങണമെന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ സോ അതിനായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇത് മനസ്സിലാക്കാം. അടുത്ത് നമ്മുടെ ബ്രഷ് കട്ടറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് അതിൻ്റെ മോട്ടർ. നമ്മുടെ മോട്ടർ നോക്കുകയാണെങ്കിൽ നമ്മൾ 36 വാൾട്ടിൽ 1000 വാൾട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫോമൻസ് സൂപ്പർ ആയിരിക്കും. നമ്മൾ ഓൺ മാനുഫാക്ചറിങ് കമ്പനി ആയതുകൊണ്ട് തന്നെ കോപ്പർ വൈൻഡിങ് മോട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഹീറ്റിംഗ് ഇഷ്യൂ അങ്ങനത്തെ യാതൊരു പ്രശ്നവും വരില്ല, ലൈഫ് നന്നായി നിൽക്കും. അടുത്തത് ഈ ബ്രഷ് കട്ടർ നോക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര വെയിറ്റ്ലെസ് ആണ്. സോ വെറും 4 കിലോ മാത്രമേ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രായമായവരായാലും ശരി, കുട്ടികളായാലും ശരി, ആർക്ക് വേണമെങ്കിലും ഈസി ആയി തന്നെ ഉപയോഗിക്കാം. അടുത്ത് നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്യൂവൽ, അതായത് ബാറ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ 30 ആംപിയറിൽ നമ്മൾ ലിഥിയം അയണാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നൈഫ് ഒക്കെ സൂപ്പർ ആയിരിക്കും. അത് മാത്രമല്ല നമ്മളിതിൽ BMS കൊടുക്കുന്നുണ്ട്, അതായത് ബാറ്ററി മാനേജ്മെന്റ് സിസ്റ്റം. നിങ്ങളിപ്പോൾ ഇത് ചാർജ് ഒക്കെ ചെയ്തിട്ട് അത് ചാർജ് ഓഫ് ചെയ്യാൻ മറക്കുവാണെങ്കിൽ 6 മണിക്കൂർ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോളും. ഇത് ചാർജ് കയറാനും വെറും 6 മണിക്കൂർ മാത്രം മതി. ഇത് കൂടാതെ ഇത് നിങ്ങൾക്ക് 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യിപ്പിക്കാം. ഇപ്പോൾ നിങ്ങൾ പഴയ ബ്രഷ് കട്ടറിൻ്റെ ബാറ്ററി ഒക്കെ നോക്കുകയാണെങ്കിൽ വെച്ചാൽ അത് മോട്ടറിലായിരിക്കും ഫിക്സ് ചെയ്ത് തരിക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂറൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഈ കട്ടറിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 4 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുമാത്രമല്ല എക്സ്ട്രാ നിങ്ങളൊരു ബാറ്ററി വാങ്ങുകയാണെങ്കിൽ അതായത് 8 മണിക്കൂർ നിങ്ങൾക്ക് ഇത് റൺ ചെയ്യിപ്പിക്കാവുന്നതാണ്. അടുത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്തിരിക്കുന്ന റോഡ്. ഇതാണ് നമ്മൾ മോട്ടറിലും ബ്ലേഡ് അറ്റാച്ച്മെൻറ്റിലും കണക്ട് ആവുന്ന റോഡ്. ഈ റോഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 8 mm തിക്നെസ്സിലാണ് കൊടുക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വൈബ്രേഷൻ ഒട്ടും ഉണ്ടാവില്ല. അത് മാത്രമല്ല നിങ്ങൾ ഇതിപ്പോൾ എത്ര കാലം നിങ്ങൾക്ക് ഉപയോഗിച്ചാലും ഇത് ഒരിക്കലും തേനും പോവില്ല. അടുത്ത് നിങ്ങൾക്ക് ഇതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാം. 1, 2, 3 എന്ന് കൊടുത്തിട്ടുണ്ടാകും. 1 നോക്കുകയാണെന്ന് വെച്ചാൽ ഭയങ്കര സ്ലോ ആയിരിക്കും, 2 നോക്കുകയാണെങ്കിൽ മീഡിയം ആയിരിക്കും, 3 നോക്കുകയാണെങ്കിൽ ഹൈ ആയിരിക്കും. സോ നിങ്ങളുടെ സ്പീഡ് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയി തന്നെ കളകളെടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ പെട്രോളിൻ്റെ വില നോക്കിക്കഴിഞ്ഞാൽ 108 രൂപയാണ്. സോ നിങ്ങൾ ഒരാളെയൊക്കെ വിളിക്കുകയാണെങ്കിൽ അവർക്ക് മണിക്കൂറിൽ ഒരു 62 രൂപ കൊടുക്കണം. അപ്പോൾ ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 170 രൂപയാണ് വരുന്നത്. ഇത് നമ്മളുടെ ഈ കട്ടറിൽ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ വെറും 2 രൂപയ്ക്ക് നിങ്ങൾക്ക് വെട്ടാവുന്നതാണ്. സോ നിങ്ങൾ ഒരാളെ വിളിക്കുകയാണെങ്കിൽ കൂടി വെറും 64 രൂപയ്ക്ക് നമുക്ക് കളകളൊക്കെ എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് നമ്മൾ ഒരു ദിവസം 500 രൂപയെങ്കിലും കൂലി കൊടുക്കണം. സോ അവർ 8 മണിക്കൂർ വർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ ഡിവൈഡ് ബൈ 1 നോക്കുകയാണെങ്കിൽ നമുക്ക് 64.5 രൂപയാണ് കിട്ടുന്നത്. നിങ്ങളൊരു 100 മണിക്കൂർ പെട്രോൾ ബ്രഷ് കട്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വരുന്നത് 16,200 രൂപയാണ്. അതേ നിങ്ങൾ നമ്മുടെ ഈ കട്ടറിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ വെറും 6,400 രൂപയെ വരുന്നുള്ളൂ. സോ എങ്ങനെ നോക്കിയാലും 9,800 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടുന്നതാണ്. ഈ പെട്രോൾ ബ്രഷ് കട്ടറിൽ പെട്രോളും ആൽക്കോലും ചേർത്താണ് ഈ തുക എന്ന് ചോദിച്ചാൽ ഒരിക്കലല്ല. നിങ്ങൾ ഇതിൽ മെയിൻ്റനൻസിന് വേണ്ടി ഓയിലും ഒഴിക്കേണ്ടി വരും. 2 സ്റ്റോക്ക് ഒക്കെ ആണെങ്കിൽ ഓയിലോട് ചേർത്ത് നിങ്ങൾ പെട്രോളും ഒഴിക്കേണ്ടി വരും. സോ ഈ കട്ടർ ബ്രഷ് കട്ടർ നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് ചിലവാണ് വരുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കട്ടർ വാങ്ങുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എത്ര രൂപ ലാഭിക്കാം, അതുപോലെ ടൈം എത്ര നിങ്ങൾക്ക് സേവ് ചെയ്യാന്നുള്ളതൊക്കെ. സോ നിങ്ങൾക്കും ഈ ബ്രഷ് കട്ടർ വാങ്ങണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കുക.